ഓശാന. ദാവീദിന്റെ സിംഹാസനത്തിൽ വാണരുളുന്ന ഈശോയ്ക്ക് ഓശാന. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്. വെളിപാട് 1:4. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും മായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പിന്നെ ദിവസം ഓശാന തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവരും രാവിലെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. വളരെ ഭക്തിനിർഭരമായ ഒരു ദിവസം. വീട്ടിലായിരിക്കുമ്പോൾ ഇന്ന ദിവസം നമ്മൾ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ഒരു യാഥാർത്ഥ്യം: ഈശോ ഇപ്പോൾ ആരാണ്? ഈശോ ഇപ്പോൾ റൈറ്റ് നൗ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോയുടെ ആ ഒരു പൂർണ്ണതയെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈശോനെ ആരാധിക്കുവാൻ, ഈശോനെ സ്തുതിക്കുവാൻ. ഇപ്പൊ വെളിപാട് 1:4 പറയുകയാണ്: വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തു. അപ്പൊ ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. അപ്പോൾ കർത്താവിന്റെ യഥാർത്ഥ രൂപം, ആ യഥാർത്ഥ രൂപം 3.5 വർഷക്കാലം ഈശോയുടെ കൂടെ യാത്ര ചെയ്ത യോഹന്നാൻ ആ കർത്താവിന്റെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിത്തരിച്ച് മരിച്ചവനെ പോലെ വീഴുകയാണ്. 3.5 വർഷം മനുഷ്യ ശരീരത്തിൽ കടന്നു വന്ന മനുഷ്യനായി വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയുടെ യഥാർത്ഥ രൂപം യോഹന്നാൻ ശ്ലീഹയുടെ മുൻപിൽ പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ ശ്ലീഹയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്റെ ദൈവമേ, ഈ 3.5 വർഷക്കാലം എന്റെ കൂടെ നടന്ന കർത്താവിന്റെ യഥാർത്ഥ രൂപം, അതിനെക്കുറിച്ചാണ് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും കമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ. അപ്പോൾ ഇങ്ങനൊരു ഈശോനെ അല്ല ഭൂമിയിൽ വെച്ച് യോഹന്നാൻ ശ്ലീഹ കണ്ടത്. ഈശോയുടെ യഥാർത്ഥ രൂപം പത്മോസ് ദ്വീപില് ഏകനായി നാട് കടത്തപ്പെട്ട് വലിയ പ്രതിസന്ധിയുടെ മധ്യേ യോഹന്നാൻ ശ്ലീഹ ആയിരിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹയുടെ മുൻപിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോയെ തന്നെ വെളിപ്പെടുത്തുക. അവിടെ ഈശോ വെളിപ്പെടുത്തുമ്പോൾ ഇപ്രകാരമാണ്: അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും കമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ. നയനങ്ങൾ എങ്ങനെയാണ്? തീജ്വാല പോലെ. പാദങ്ങൾ ചുളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെ. അവന്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ. ഈ ഇരുവായ് തലവാൾ എന്നുള്ളത് കർത്താവിന്റെ വചനത്തെക്കുറിച്ചാണ്. ഹെബ്രായർ 4:13 പറയുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായ് തലവാൾ. ആ ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. അത് നമ്മുടെ ചേതനയെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും വിവേചിക്കുന്നതാണ്. അപ്പോൾ ഈശോയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ ഈശോയുടെ ഈ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ വചനത്തില് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, വെളിപാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം: അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവനെ കണ്ടപ്പോൾ ഈശോയുടെ യഥാർത്ഥ രൂപം അങ്ങ് വെളിപ്പെട്ടു. ആ ഈശോ പ്രത്യക്ഷപ്പെട്ടു. മുൻപിൽ ഈശോ നിൽക്കുക. ഈശോയുടെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മരിച്ചവനെ പോലെ ഈശോയുടെ കാൽക്കൽ വീഴുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഓശാന തിരുനാൾ ദിവസം, ഈ പാം സൺഡേ ദിവസം നമ്മൾ കാണേണ്ടതും ഈശോയുടെ യഥാർത്ഥ രൂപത്തെയാണ്. രാജാതിരാജനായ കർത്താവ്, സകലത്തിന്റെ മേലും അധികാരമുള്ള കർത്താവ്. ഈ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നവനും ഈ അധികാരമുള്ള കർത്താവാണ് പ്രത്യക്ഷനാകുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ ഈ ഈശോയുടെ യഥാർത്ഥ രൂപം, ആ രൂപത്തെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, ആ ഈശോയുടെ ആ പൂർണ്ണത കണ്ടുകൊണ്ട് പറയുള്ളവരെ നമ്മുടെ പ്രശ്നങ്ങളെക്കാളും എത്രയോ വലിപ്പമുള്ളവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ഇന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെക്കാളും വലിപ്പമുള്ളവനാണ് നമ്മുടെ കർത്താവായ ദൈവം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന്, ഇപ്പം നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇപ്പം പ്രാർത്ഥിക്കുന്നത് ഇന്റർനെറ്റിലൂടെ. പക്ഷെ ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളെയും ആക്സസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു റിമോട്ട് യൂസ് ചെയ്ത് നമ്മൾ ടിവിയുടെ ചാനലുകൾ മാറ്റുന്നു അല്ലെ. അപ്പോൾ റിമോട്ട് നമ്മൾ യൂസ് ചെയ്ത് ടിവിയുടെ ചാനലുകൾ മാറ്റുമ്പോൾ നമുക്കറിയാം, നമ്മൾ റിമോട്ടിന്റെ ഫ്രണ്ടിൽ നമ്മൾ കൈവച്ചാലും ചാനൽ മാറും. പക്ഷെ എന്തോ ഒരു നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു അദൃശ്യമായ ഒരു കണക്ഷൻ ടി വിയുമായിട്ട് റിമോട്ടിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുമനപ്പെട്ട് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ മഹത്വം നമ്മുടെ ചുറ്റും വെളിപ്പെടുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ കടന്നു വരും. ഹല്ലേലൂയ. ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് യാത്ര ചെയ്ത ഈശോ മനുഷ്യന്റെ ആകൃതിയിൽ ഭൂമിയിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന തമ്പുരാൻ, ആ തമ്പുരാൻ ഇന്ന് തന്റെ പൂർണ്ണ ശക്തി നമ്മുടെ മധ്യേ, നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിശ്വാസത്തോടെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിൽ ഇന്ന് ഈ പ്രയറിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിനകത്തോട്ട് നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ, അതിനകത്തോട്ട് ഈ അഭിഷേകം വ്യാപരിക്കും. അഭിഷേകം വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ രാജാതിരാജന്റെ മഹത്വമാണ്. അവന്റെ മഹത്വം ഈ ഭൂമിയുടെ നമ്മുടെ ലൈഫിന്റെ ഓരോ മേഖലകളിലേക്ക് വ്യാപരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. ആ തടസ്സങ്ങളെല്ലാം ഈശോയുടെ സാന്നിധ്യം എടുത്തു മാറ്റുകയാണ്. ഒന്ന് കണ്ണടച്ച് സ്വർഗത്തിൽ ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവാം ദൈവം, ആത്മാവാകുന്ന ദൈവം, ഈശോ പറഞ്ഞു, നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ കടന്നു വരും. ഈശോ ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്. തുടർന്നും നമ്മൾ വചനം കേൾക്കുമ്പോൾ, ഓരോ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഓരോ പ്രാർത്ഥനയ്ക്കകത്തും നമ്മുടെ ആ പ്രാർത്ഥനകൾ വെറും ഒരു ജൽപ്പനങ്ങളല്ല, ആ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഈശോയുടെ അനന്തമായ കൃപയുണ്ട്. ആ കൃപ എപ്പോഴാണ് വെളിപ്പെടുന്നത്? ആ കൃപ വെളിപ്പെടുന്നത് ഈശോ പറയുന്നു, യാക്കോബ് 4:6-7 യാക്കോബ് ശ്ലീഹ പറയുകയാണ്, എളിമയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. അപ്പൊ ഇന്നേ ദിവസം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എളിമയുള്ള ഹൃദയത്തോടെ കടന്നു വരാം. എളിമയുള്ള ഹൃദയത്തോടെ കടന്നു വരാൻ പ്രിയമുള്ളവരെ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് വിധേയരായിരിക്കും. 1 പത്രോസ് 5:7 പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നവനായ ആ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിലേക്ക് നമുക്കിന്നൊന്ന് താണിരിക്കാം. ഈ കരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കരം ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കരം ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയെ വിജയത്തിലെത്തിക്കും. അതാണ് യെശയ്യാ 40-ാം അധ്യായത്തിൽ പറയുന്നത്, വിജയം വരിക്കുന്ന കർത്താവിന്റെ കരം, യോദ്ധാവാകുന്ന കർത്താവ്. ഈ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ മനസ്സിപ്പോൾ ആ ശാന്തതയിലേക്ക് നമുക്ക് കടന്നു വരാം. മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാരങ്ങളെല്ലാം ഈശോയുടെ അടുക്കൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ ഈശോയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല. എൻ്റെ എന്ന് പറയാമോ? There is nothing is impossible for my Jesus. എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് എൻ്റെ നന്മയ്ക്കായി കൺവേർട്ട് ചെയ്യുവാൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഓശാന ഞായർ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയുടെ കർത്തൃത്വത്തിന് വിട്ടുകൊടുക്കാം. കർത്തൃത്വം, ലോർഡ്ഷിപ്പ്. എന്താ ലോർഡ്ഷിപ്പ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? ലോർഡ്ഷിപ്പ് എന്താ? ഈശോ കർത്താവാണെന്ന് റോമ 10:9 പറയും. ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക. ഈ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ എല്ലാ മേഖലകൾക്കുമുള്ള ഒരു സോവറിനിറ്റി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് വിദ്യാഭ്യാസത്തിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഈ നിമിഷം, ഈ ഓശാന ഞായർ തിരുനാൾ ദിവസം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന് സോവറിനിറ്റി വിട്ടുകൊടുക്കുക. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ സോവറിനിറ്റിയെ, കർത്തൃത്വത്തെ വിട്ടുകൊടുക്കുക. ഈശോയോട് പറയും, ഈശോയെ
എൻ്റെ സമ്പത്തിന്റെ കർത്താവ് നീയാണ്, എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കർത്താവ് നീയാണ്, എൻ്റെ കുടുംബജീവിതത്തിന്റെ കർത്താവ് നീയാണ്, എൻ്റെ വരുമാന മാർഗം, എൻ്റെ ജോലി മേഖലകളുടെ കർത്താവ് നീയാണ്, എൻ്റെ ആരോഗ്യത്തിന്റെ കർത്താവ് നീയാണ്, എൻ്റെ ജീവിത പങ്കാളിയുടെ കർത്താവ് നീയാണ്, എൻ്റെ മക്കളുടെ കർത്താവ് നീയാണ്. എല്ലാ മേഖലകളിലേക്കും ഈശോയ്ക്ക് കർത്തൃത്വം അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഈശോയുടെ മഹത്വം നമുക്ക് മുൻപേ വെളിപ്പെടുകയാണ്. യെശയ്യാ 45:2 പറയുന്നു, ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകൾ നിരപ്പാക്കും. ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകൾ നിരപ്പാക്കും. അപ്പൊ നമ്മൾ കർത്തൃത്വം വിട്ടുകൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് മുൻപേ കടന്നുപോയി വഴികളും വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പർക്കെഴുതിയ ലേഖനം, ഫിലിപ്പിയ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. നമ്മൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ തൊട്ടു മുൻപ് കേട്ടു ഈശോയുടെ യഥാർത്ഥ രൂപം എന്താണ്. ആ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും യോഹന്നാൻ ശ്ലീഹയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, മരിച്ചവനെ പോലെ വീണുപോയി അല്ലേ. നമ്മൾ തീജ്വാല പോലത്തെ നയനം പെരുവെള്ളത്തിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഈശോയുടെ മഹത്വം ഇങ്ങനെ മുൻപ് വെളിപ്പെട്ട് നിൽക്കുക. അപ്പോൾ യഥാർത്ഥ ഈശോയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ശ്ലീഹ പേടിച്ചുപോയി. ഇവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ഈശോ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് ഫോട്ടോയിലെ കാണുന്ന ഈശോ പള്ളിയിൽ നമ്മളെപ്പോഴും നമുക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ കരുണയുടെ ഈശോയുടെ പിക്ചറുണ്ട്, എന്നെ പുറകിൽ കാണാൻ സാധിക്കുന്നില്ല, കരുണയുടെ ഈശോയുടെ പിക്ചറുണ്ട്. ആ പിക്ചറിലൊക്കെ ഫൗസ്റ്റിനയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ കരുണയോടെ നോക്കുന്നത് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷെ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ഈശോ എന്ന് പറഞ്ഞാൽ തേജോമയനായ കോടാനുകോടി സൂര്യന്മാരെക്കാൾ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ഈശോ. ആ ഈശോയുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അവൻ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവാം ദൈവം ഈശോനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പം ഇന്ന് നമ്മളിപ്പോ ഒരു രോഗം ഇപ്പം ഏത് രോഗമായി, ഇപ്പം കൊറോണ, COVID-19 അല്ലെങ്കിൽ ഒരു പനി, ഏത് രോഗത്തിനും ഒരു പേരുണ്ട് അല്ലെ. ഇപ്പൊ ന്യൂമോണിയ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഓരോ രോഗത്തിനും ഒരു പേരുണ്ട്. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ഈശോയുടെ നാമത്തിന് നൽകുകയും ചെയ്തു. ആ ഈശോയുടെ നാമം ഈ ലോകത്തിലുള്ള ഏത് നാമത്തെക്കാളും പവർഫുൾ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മൾ കർത്തൃത്വം വിട്ടുകൊടുത്തു, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു, ഈശോയുടെ യഥാർത്ഥ രൂപത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ മധ്യം ഞാൻ വരുമെന്ന് ഈശോ പറഞ്ഞു. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാമത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏത് നാമത്തിനേക്കാളും, അത് ഏത് വിഷയം, ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ വന്നു, ആ ഒരു ജപ്തി നോട്ടീസ്, ആ ജപ്തി എന്നുള്ള വേർഡിനേക്കാളും പവർഫുൾ വേർഡാണ് ഈശോയുടെ നാമം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് കടന്നു പോകുന്ന രോഗാവസ്ഥ, ആ രോഗാവസ്ഥയെക്കാളും പവർഫുൾ വേർഡാണ് ഈശോയുടെ നാമം. അപ്പോൾ ഈശോയുടെ നാമം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് കംസ് ഡൗൺ ആൻഡ് ഹെൽപ്സ് യു. യു വിൽ സീ, നമ്മൾ കാണും നമ്മുടെ ചുറ്റും ഈ മഹത്വം, ഈശോയുടെ നാമത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ, ആദ്യം നമ്മുടെ ഉള്ളിലോട്ട് വന്നെന്ന് നിറയും. നമ്മുടെ ആന്തരിക മനുഷ്യനിൽ നിറഞ്ഞ് ആന്തരിക മനുഷ്യനിൽ നിന്ന് നമ്മുടെ പുറത്തെ ബാഹ്യ മനുഷ്യനിലേക്ക് അധരത്തിലൂടെ പുറത്തു വരും. ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ച് ഈ നിമിഷം, ഇന്ന് ഓശാന ഞായർ ദിവസം നമ്മൾ ഈ സ്പെഷ്യൽ ലൈഫ് പ്രയറിന്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചുറ്റും പ്രയാസങ്ങളൊക്കെ കാണും. നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണും. അതെല്ലാം ഒന്ന് മറന്നിട്ട് ഈശോ ആയിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഈശോയുടെ ആ സർവശക്തനായ ഈശോയുടെ വല്ലഭത്വത്തെ, അവന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട്, ഈശോയെ, പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് വീണ്ടെടുത്തു, അങ്ങയുടെ മരണത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് ജീവിപ്പിച്ചു. എഫെസോസ് 2:4-5-6. ഈശോയെ, അങ്ങയുടെ ജീവന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നല്ലോ. കർത്താവെ, എല്ലാ നാമത്തിലും മുകളിലുള്ള ഉപരിയായ അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഈ നിമിഷം ഈ കൂട്ടായ്മയിൽ ഇറങ്ങി നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും.
കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ നീതീകരിച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിൻ്റെതാക്കി തീർത്തവനെ, ഞങ്ങളെ വില കൊടുത്തു വാങ്ങിയവനെ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശക്തമായ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഇറങ്ങി നിൽക്കുന്നു. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച് ഈശോയെ നിന്ന് വിളിച്ച്, ഈശോയെ നിന്ന് വിളിച്ച്, ഈശോയുടെ ശക്തി ഇതാ കടന്നു വരുന്നു. രോഗമുള്ള ഭാഗത്തേക്ക് ഈശോയുടെ ശക്തി ഇതാ വെളിപ്പെടുന്നു. തടസ്സങ്ങളിലേക്ക് ഈശോയുടെ ശക്തി ഇതാ കടന്നു വരുന്നു. ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാരപ്പെടുന്ന വിഷയത്തെക്കാളും ശക്തമാണ് ഈശോയുടെ നാമം. ആ ഈശോ ഇന്ന് നിന്റെ ഉള്ളിലിരിക്കുന്നു. ആ ഈശോ ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്നു. ദിവ്യകാരുണ്യമായി നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നവൻ നിന്റെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, എന്റെ നാമത്തെ ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ക്ഷതങ്ങളിലൂടെയുള്ള അസൗഖ്യങ്ങൾ, അങ്ങയുടെ കുരിശിലെ ബലിയിലൂടെ വെളിപ്പെട്ട ദൈവിക നിറവുകൾ, അനുഗ്രഹങ്ങൾ ഈ നിമിഷം ഈ കൂട്ടായ്മയിൽ ഇറങ്ങി വ്യാപരിക്കട്ടെ, വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഭവന സംബന്ധമായ ലോണ്, വായ്പ തടസ്സങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഈശോ ഇന്ന ദിവസം ഒരു നിയോഗം തരുന്നു. ഈ കർത്താവ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ആ കഴുതേനെ നേരത്തെ തന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കഴുതയാ, അല്ലെ? തെരഞ്ഞെടുക്കപ്പെട്ട കഴുതയാ. അപ്പൊ അത് ഓൾറെഡി കർത്താവിന് യാത്ര ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എഫെസോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4-ാം വാക്യം, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ഇതൊരു വലിയ ആത്മീയ മിസ്റ്ററിയാണ്. ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇന്ന് നമ്മുടെ സാഹചര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം, ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വാസ്തവത്തിൽ നമ്മൾ ബലഹീനരായി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മുടെ പുറത്ത് കയറിയിരുന്ന് വാഴുവാൻ, യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് എളിമപ്പെട്ടു. ആ കഴുതയുടെ പുറത്തോട്ട് ഈശോ കയറി ഇരുന്നപ്പോഴത്തേക്കും എല്ലാവരും ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പക്ഷെ കഴുതയുടെ പുറത്താണ് ഈശോ ഇരിക്കുന്നത്. കഴുത നോക്കുമ്പോൾ ഇന്ന് വരെ തനിക്കൊരു മാന്യത കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് വരെ തന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. ഒരു കഴുതയാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാ. പക്ഷെ ഈശോ പുറത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ കഴുതയുടെ ജീവിതം മാറി. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഈശോയെ എന്റെ പുറത്ത്, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അങ്ങ് കയറി ഇരുന്ന് വാഴുവാൻ ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുതരുന്നു കർത്താവേ. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ സാഹചര്യത്തെക്കാളും ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെക്കാളും പ്രതികൂലങ്ങളെക്കാളും അങ്ങ് വലിയവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത് ഏറ്റെടുക്കുന്ന ഓരോ ഭവനത്തിനകത്തോട്ടും ഈശോയുടെ അനന്തമായ കൃപ ഇതാ കടന്നു വരുന്നു. നിങ്ങൾ എവിടെ നിൽക്കുന്നോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഈശോയുടെ കൃപ ഇതാ കടന്നു വരുന്ന ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ട, ഈശോയാൽ നിയോഗിക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട ഓരോ മക്കളെയും കർത്താവെ അങ്ങ് ഈ നിമിഷം ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. ഈശോയുടെ പുറത്ത്, ഈശോ ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ ഈ ഒരു ഭാഗം വായിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ച ഈ ഒരു ഭാഗം വായിക്കുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം ഈ കഴുതയെക്കുറിച്ചായിരുന്നു. അവിടെ നമ്മൾ കാണുന്നൊരു ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കഴുത ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുക. അവനെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഈശോയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൽ ചില സാഹചര്യത്തിനകത്തു കൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ കണ്ണ് അവന്റെ മേലുണ്ട്. അത് എവിടെയാ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഈശോയ്ക്ക് അറിയാം. ഈശോ ആളെ വിട്ട് പറയുന്നുണ്ട്, ഇന്നയാളുടെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അവിടെ ചെന്ന് അഴിച്ചോണ്ട് വാ. അപ്പൊ നമ്മൾ എവിടെയാ, നമ്മുടെ സാഹചര്യം എന്താ, നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന എന്താന്ന് വ്യക്തമായിട്ട് കർത്താവിന് അറിയാം. എന്നാൽ കർത്താവ് കയറി ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ ഗ്ലോറി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. അതങ്ങ് വെളിപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത്ര നാളും കഴുതയായിട്ട് നിന്ന ആ വ്യക്തിയുടെ കഴുത എന്ന മൃഗത്തിന്റെ അവസ്ഥ മാറി. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കളും ഇന്ന് തിരിച്ചറിഞ്ഞു, ഇന്നൊരു അപ്പോയിന്റഡ് ഡേ ആണ്. ഈശോയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി സ്വർഗം നിശ്ചയിച്ചിരിക്കുന്ന അപ്പോയിന്റഡ് ഡേ ആണ് ഇന്നേ ദിവസം. ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ നമ്മളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നത്, നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നത്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബൈബിളിന്റെ എല്ലാം ആകത്തുക എന്താണ് ഈ ഭൂമിയിൽ ഈശോ വന്നതിന്റെ പർപ്പസ്,
അത് ഈ ഒരാഴ്ചക്കാലം നമ്മൾ ധ്യാനിക്കുക. ഈ ഒരാഴ്ചക്കാലം അതിന്റെ ഫുൾഫിൽമെന്റിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ ദ റീസൺ വൈ ഹി കെയിം ഡൗൺ. ബൈബിളില് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം, ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നത്, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ദി എൻറ്റയർ ബൈബിളിലെ ന്യൂ ടെസ്റ്റ്മെന്റ് മുഴുവനും നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ലേഖനങ്ങളിലേക്ക് നോക്കുമ്പോഴൊക്കെയും ഈശോയുടെ കുരിശിൽ സംഭവിച്ച കാര്യങ്ങളെയാണ് പൗലോസ്ലീഹ അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുക. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ പറഞ്ഞിട്ടില്ല. കുരിശിൽ നടന്ന ആ കാര്യങ്ങൾ, ആ ക്രൂശിതന്റെ വഴിയെ, ആ ക്രൂശിൽ ഈശോ ചെയ്തു കഴിഞ്ഞതിന്റെ ആ പൂർണ്ണതയെ മനസ്സിലാക്കുവാൻ ഈ വിശുദ്ധ വാരം പ്രിയമുള്ളവരെ നമുക്ക് അതിലേക്കായി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. നമ്മൾ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു വചനം കൂടെ എടുക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എഫെസോസുകാർക്ക് ലേഖനം 4-ാം അധ്യായം അതിന് 1-ാം വാക്യം. എഫെസോസ് 4:1. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവ് കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്ന സമയത്ത് അവിടെ ആ കഴുതയുടേതായ പദ്ധതികളില്ല. അവിടെ കർത്താവാണ് പുറത്ത് കയറിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ കർത്താവ് പോകുന്ന ആ ഡയറക്ഷൻ കഴുത മുമ്പോട്ട് പോവുക. അപ്പൊ എല്ലാവരും കർത്താവിനെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്, മഹത്വപ്പെടുത്തുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അപ്പൊ കഴുതയ്ക്ക് ചിലപ്പോൾ നോക്ക്, കഴുതയുടെ പുറത്താണ് കർത്താവ് ഇരിക്കുന്നത്, കഴുത കാണുന്നില്ല കർത്താവിനെ. പക്ഷെ അവിടെ കഴുത ആയിരിക്കുന്ന അവസ്ഥ എന്താ? തടവുകാരൻ ഒരു വിധേയത്വത്തിന്റെ ഒരവസ്ഥയിലാണ് ആ കഴുത നിൽക്കുന്നത്. പക്ഷെ ആ വിധേയത്വത്തിന്റെ അവസ്ഥ നിൽക്കുമ്പോൾ തന്റെ ചുറ്റും തനിക്ക് ഇന്നേ വരെ ലഭിക്കാതിരുന്ന ഒരു ആരവങ്ങളും ശബ്ദഘോഷങ്ങളും ഒക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു യാത്ര കഴുത കാണുന്നുണ്ട്, കഴുത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ തടവുകാരനായി തീരുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വിധേയത്വത്തോടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇത് സംഭവിക്കും. അപ്പോഴും നമ്മൾ എപ്പോഴും ഓർത്തോണം, എളിമയെന്ന പുണ്യത്തെ ക്ലിങ് ചെയ്തോ. കാരണം എന്നറിയോ, നമ്മൾ എളിമപ്പെടുന്തോറുമാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ മഹത്വം അതിന്റെ പൂർണ്ണതയിൽ പുറത്തോട് വെളിപ്പെടുന്നത്. അപ്പം ഈ ആരവങ്ങൾ കാണുമ്പോൾ കഴുത ചിന്തിക്കണം, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാലോ. അപ്പൊ കഴുതയിലെ ഞാൻ ഉയരും. അപ്പൊ നമ്മളിലെ ഞാൻ ഉയർന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ആ മഹത്വത്തിന്റെ ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ അവിടെ പൊങ്ങി വരും. ഇതാണ് പലപ്പോഴും വിശ്വാസയാത്രയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മളെ ഞാൻ പൊങ്ങി വരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പല സ്ഥലങ്ങളിൽ വീണ്ടും എടുത്തു പറയുന്നത്, പുതിയ നിയമത്തില് നമ്മളിലെ ഞാനെന്ന വ്യക്തിത്വം അങ്ങ് കുറഞ്ഞ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ക്രിസ്തു അങ്ങ് നിറയട്ടെ, ക്രിസ്തു അങ്ങ് വളരട്ടെ, ക്രിസ്തു അങ്ങ് വെളിപ്പെടട്ടെ. ക്രിസ്തു അങ്ങ് വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റും എല്ലാ സാഹചര്യത്തിനകത്തോട്ടും ക്രിസ്തുവിന്റെ ആ മഹത്വം അങ്ങ് വെളിപ്പെടും. ഇവിടെ എഴുതിയിരിക്കുവാണ്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ, കർത്താവാണ് എന്റെ പുറത്ത് എന്ന തിരിച്ചറിവിൽ ആ കഴുത അവിടെ വിധേയത്വത്തോടെ യാത്ര ചെയ്യുക. അതുപോലെ ഇന്ന് കർത്താവ് എന്റെ കൂടെ ഉണ്ട്. നിസ്സാരമായ കാര്യമല്ല. എന്റെ കൂടെ ആരാ ഉള്ളത്? കർത്താവുണ്ട്. അവൻ എന്റെ കൂടെ നടക്കുന്നു, അവൻ എന്റെ കൂടെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് എന്താ 2-ാം വാക്യം പറയുക? പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും. 3 കാര്യങ്ങളാണ് പറയുന്നത്. പൂർണ്ണമായ വിനയം, ശാന്തത, ദീർഘക്ഷമ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കും. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ
ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് ജാഗരൂകരായിരിക്കുമെന്ന് പറഞ്ഞ്, വിച്ച് മീൻസ് ഈ ആത്മാവിനുള്ള ഐക്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം ഒരു കഴുതയുടെ പുറത്ത് ഈശോ ഇരിക്കുക. അപ്പം കഴുത കുറച്ചങ്ങ് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് ശബ്ദകോശങ്ങളും ആരവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് കഴുതയ്ക്ക് തോന്നുവാണ്, ഇത് ഞാൻ എന്തോ സ്പെഷ്യൽ ആയതുകൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ ശബ്ദകോശങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കരഘോഷങ്ങൾ മുഴക്കുന്നത്, ഒശാന പാടുന്നത് എന്നൊരു ചിന്ത വരുന്ന സമയത്താണ് ചിലപ്പം അവൻ പോകേണ്ട ഡയറക്ഷനിൽ നിന്ന് മാറിപ്പോയേക്കാം, എൻ്റെ വഴി ഒന്ന് പോയേക്കാം എന്നൊരു ചിന്ത വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച, ക്രിസ്തുവിൽ നയിക്കപ്പെടുന്ന, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയെ നോക്കി പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ക്ഷമിക്കണം. നിങ്ങൾ ശാന്തതയോടും വിനയത്തോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ. അങ്ങനെ വർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സഭയാം ശരീരം ഒരേ മനസ്സിൽ, ഒരേ ഹൃദയത്തിൽ എളിമയിൽ ഒന്നിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ മഹത്വം അതിന്റെ പൂർണ്ണതയിലേക്ക് പുറത്തോട്ട് കടന്നു വരിക. 2021 ഓശാന ഞായറാഴ്ച ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ? ഐക്യത്തിൽ നിൽക്കുക. നമ്മൾ വിഘടിച്ച് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം സ്വർഗത്തിന് കിട്ടത്തില്ല. എല്ലാവരും ആത്മാവിൽ ഐക്യത്തിലായി കഴിയുമ്പോൾ, ചിലപ്പം പറയും ഐക്യപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ആ മനുഷ്യൻ പറയുന്ന കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ വ്യൂ ഉള്ളത്. കഴുത പറയാ കർത്താവ് പോകാൻ ഒരു പാത നിശ്ചയിക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് കഴുതയ്ക്ക് പറയാനുള്ള റോളില്ല. കാരണം കഴുത എന്താ? കഴുത അവിടെ നിയോഗിക്കപ്പെട്ട വ്യക്തിയാ, കർത്താവിന് യാത്ര ചെയ്യുവാൻ, കർത്താവിനെ സഞ്ചരിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. നമ്മളെ കുറിച്ച് വചനത്തിൽ പറയാം, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഒറ്റ നിയോഗമേ ഉള്ളൂ, കർത്താവിന്റെ മുൻപിൽ, കർത്താവേ നിന്റെ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് വിധേയത്വത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് മുകളിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ആരാ കയറി ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് വന്നേക്കുന്നത്? സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്റെ കൺട്രോൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ നമ്മൾ ഫേസ് ചെയ്യുന്നതിന് മുൻപ് ആരാ ഫേസ് ചെയ്യുന്നത്? കർത്താവ് ഫേസ് ചെയ്യുകയാണ്. പക്ഷെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആടുകൾക്ക് മുൻപേ നടക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ നമുക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കുന്ന ഒരു ദൈവം, നമുക്ക് മുൻപേ കടന്നുപോയി പിച്ചളമാതിലുകളെ തകർക്കുന്ന ഒരു ദൈവം, നമുക്ക് മുൻപേ കടന്നുപോയി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച പത്മോസ് ദ്വീപിൽ ഏകനായി കിടന്ന യോഹന്നാൻ ശ്ലീഹയുടെ മുൻപിലോട്ട് ഈ ശക്തി അതിന്റെ പൂർണ്ണതയിൽ അങ്ങ് വെളിപ്പെട്ടു വന്നു. ഇതങ്ങ് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യോഹന്നാൻ ശ്ലീഹ ചുറ്റും പ്രയാസത്തിൽ നിൽക്കുന്നത്, പക്ഷെ അതിന്റെ ആ 10 ഇരട്ടി പവറിലുള്ള, മാഗ്നിറ്റ്യൂഡിലുള്ള സ്വർഗത്തിന്റെ പവർ ഇറങ്ങി വന്നിട്ട് 2000 വർഷം മുമ്പ് നടന്ന കാര്യം, ഇന്ന് നടക്കുന്ന കാര്യം അടക്കം ആത്മാവിൽ സ്വർഗം എല്ലാം അങ്ങ് കാണിച്ചു കൊടുത്തു. ഇനി നടക്കാനിരിക്കുന്ന കാര്യം എന്താണ്? എല്ലാ കാലഘട്ടത്തിന്റെ മേലും, എല്ലാ ആധിപത്യങ്ങളുടെ മേലും, എല്ലാ അധികാരങ്ങളുടെ മേലും യേശുവിനാണ് കർത്തൃത്വം. അത് യുഗയുഗാന്തത്തോളം യേശുവിനാണ് കർത്തൃത്വം. യേശുവിൽ ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ശ്ലീഹ, ഓ മൈ ഗോഡ്, പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഒരു പിക്ചർ അല്ല, അതിനപ്പുറമായിട്ടുള്ള പിക്ചറുണ്ട്. ആ പിക്ചർ ഒന്ന് കണ്ടേ, സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് കണ്ടേ, നിത്യമായി നിലനിൽക്കുന്ന ആ യാഥാർത്ഥ്യത്തെ ഒന്ന് കണ്ടേ, ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഈ ഒരു ലിമിറ്റേഷന്റെ ഐഡന്റിറ്റിക്ക് അപ്പുറമായിട്ട് നിൽക്കുന്ന സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെ ഇന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്തുകയെ ഈശോയുടെ കരുണ ശക്തമായി കടന്നു വരുന്നു. ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മേനെ എടുത്ത് കാണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മേനെ എടുത്ത് കാണിക്കുന്നു. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ കൂടെ എൻ്റെ കരമുണ്ട്. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരിലേക്ക് കർത്താവിന്റെ കരുണ ഇതാ ശക്തമായി വെളിപ്പെടുന്നു. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരിലേക്ക് കർത്താവിന്റെ കരുണ അതിശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ കരുണ വ്യാപരിക്കുന്നു. ജോലി സംബന്ധമായ കാര്യത്തിനകത്ത് എന്തോ ഒരു തടസ്സം നേരിടുന്ന ഒരു വ്യക്തിയെ എടുത്തു കാണിക്കുന്നു. ജിബിൻ എന്നൊരു പേര് ഈശോ എടുത്തു കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ
ഈ താടി എല്ലിന് വേദനയുള്ള വ്യക്തി ആരെങ്കിലും, താടിയുടെ ഈ ഭാഗത്ത് വേദനയുള്ള വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു. യേശുവിന്റെ കരുണ ഇതാ ശക്തമായി വെളിപ്പെടുന്നു, 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 വെളിപ്പെടുന്നു. ഉദരസംബന്ധമായ രോഗമുള്ള മക്കളെ ഈശോ സ്പർശിക്കുന്നു കേട്ടോ. ഒരു പ്രിൻസിനെ ഈശോ സ്പർശിക്കുന്നു. പ്രിൻസി എന്നൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഈശോ ഉള്ളിൽ തരുന്ന കാര്യങ്ങൾ ഞാൻ അപ്പോഴേ അങ്ങ് പറയുകയാണ്. ഇഫ് ഐ ഡോണ്ട് സേ ഇറ്റ് I will lose the flow of the Holy Spirit. പ്രിൻസിനെ കർത്താവ് സ്പർശിക്കുന്നു. സാജൻ എന്നും ഒരു മകനെ കടഭാരം മൂലം വേദനിക്കുന്ന സാജനെ ഈശോ സ്പർശിക്കുന്നു. സാജനെ ഈശോ സ്പർശിക്കുന്നു. മറിയക്കുട്ടി, അവസ പേരായിരിക്കും മറിയക്കുട്ടി എന്നൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നു. മറിയക്കുട്ടീനെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവെ, നിന്റെ തെരഞ്ഞെടുപ്പിനാൽ നീ നിയോഗിച്ച നിന്റെ മക്കൾ ഇന്ന് ഈ ഒരു ലൈഫ് പ്രയർ അറ്റൻഡ് ചെയ്യുന്ന ഓരോ മക്കളെ ഈശോയെ നീ നേരിട്ട് ഇറങ്ങി വന്ന ഈ നിമിഷം തൊടുന്നതിനായി എന്നെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് നിമിഷം സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രയർ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന് ആ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്ന് നിർത്തുക കർത്താവ്. അതായത് വെളിപാട് പുസ്തകത്തില് ഈശോയുടെ യഥാർത്ഥ രൂപം, ആ രൂപത്തിൽ നിന്ന് ഈശോ മനുഷ്യന്റെ ആകൃതിയിൽ ഭൂമിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ ഭൂമിയിൽ താൻ എന്തിനാ കടന്നു വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിക്ലറേഷൻ കൊടുത്തു. അവസാനം തന്റെ കുരിശിലെ ബലിയിലേക്ക് നടന്നു നീങ്ങുന്ന ആ ഒരു ആഴ്ച, ആ ഒരു സമയത്തേക്ക് അടുക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇന്ന് നിരവധി തവണ ദേവാലയങ്ങളിൽ ഈ ഒരു ഭാഗം വായിച്ചിട്ടുണ്ട്. എല്ലാവരും ഒത്തിരിയും തവണ വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവ് മലക്കരികെയുള്ള ബത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയും അടുത്ത് അതിനെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈശോയുടെ ശിഷ്യന്മാര് പോകുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈശോ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താണ് നിർദ്ദേശം കൊടുക്കുന്നത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. ഗ്രാമത്തിന്റെ പേര് പോലും പറയുന്നില്ല. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയും കെട്ടിയിട്ടിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്, അതിനെ മോചിപ്പിച്ചുകൊണ്ട് വരണം. അപ്പൊ ഈശോയ്ക്ക് ഇത് അറിയാം. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയും കഴുതയുടെ കുട്ടിയും, അല്ലെ, ഒരു കഴുതയും അടുത്ത് അതിനെ കുട്ടിയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അപ്പോൾ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഈ കഴുതയെക്കുറിച്ച് കർത്താവിന് വ്യക്തമായ ബോധ്യമുണ്ട്. അവിടെ കിടപ്പുണ്ട്, അവിടെ അഴിച്ചോണ്ട് വാ കർത്താവ് പറയുക. അപ്പൊ ഇത് നിയോഗിക്കപ്പെട്ട കഴുതയാണ്, നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തില് ചില കെട്ടപ്പെട്ട അവസ്ഥ, അത് കർത്താവിന്റെ നിയോഗം വെളിപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിറഞ്ഞ് കർത്താവിനൊരു വാഹനമായി തീരുന്നതിന് വേണ്ടി സ്വർഗം സജ്ജീകരിച്ചിരിക്കുന്നതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ ഓശാന ഞായർ ദിവസം, ടുഡേ ഈസ് ദ ഡേ ഓഫ് ഡെലിവറൻസ്. ഈ ഡെലിവറൻസ് ഇന്ന് നടക്കുന്നതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ വില കൊടുത്തതാണ്. അപ്പൊ തിരിച്ചറിയുന്ന സെക്കൻഡിൽ കുരിശിൽ വില കൊടുത്ത ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ നടന്നു കഴിഞ്ഞ ആ ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. കർത്താവ് ഒരാളുടെ ജീവിതത്തെ കയറി തൊട്ട് കഴിഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞേ, കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, നമ്മൾ ഓരോരുത്തരെയും കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല എങ്ങോട്ടാ കർത്താവ് നീ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോണം, കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. കർത്താവ് നിന്നെ മനസ്സിലാക്കുന്നു. വേറെ ആരും മനസ്സിലാക്കുന്നതിനേക്കാളും വ്യക്തമായി, കൃത്യമായി, പിൻ പോയിന്റ്, എവിടെ എങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരും കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അതൊരു ബ്രദറിനോ ഒരു കൗൺസിലറിനോ ഒരു പ്രാർത്ഥനക്കാരനോ അല്ല, കർത്താവിന് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളെ കുറിച്ച്. അത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ന് കർത്താവിൽ ഉറച്ചോണം. നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാ? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും വിശ്വസ്തനാകുന്ന കർത്താവിനെയാണ്. 2 തെസ്സലോനിക്കർ 3:3. കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും.
കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് പറയാണ്, നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി പോകുമ്പോഴും കർത്താവ് വിശ്വസ്തനാണ്. ആ വിശ്വസ്തയുടെ അഭിഷേകം ഇവിടെ ഇപ്പോ വെളിപ്പെടുന്നു. ഇന്ന് കർത്താവിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന്റെ നിരവധി മേഖലകൾക്കുള്ളിലേക്ക് ആ വിശ്വസ്തതയുടെ ശക്തി ഇറങ്ങി നിൽക്കാൻ വേണ്ടി പോകും. ഇപ്പൊ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ടോണ്ടിരിപ്പുണ്ട്. ആ മനുഷ്യന്റെ വീട്ടിൽ ഇങ്ങനെ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. എന്നാൽ ആ അസ്വസ്ഥതകളെല്ലാം കർത്താവ് ഇന്നേ ദിവസം ചെങ്കടലിനെ പിളർത്തിയവൻ ഇന്ന ദിവസം ആ സാന്നിധ്യങ്ങളെല്ലാം മാറ്റി വലിയ സ്വസ്ഥത ആ ഭവനത്തിനകത്തോട്ട് കർത്താവ് ഇത് അയക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാൻവിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ഈശോ കുരിശിന്റെ ബലിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരാഴ്ച. ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയെ ദൈവം പുറത്തെടുത്തു അല്ലെ? കുരിശിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ പിതാവ് എന്തിനു നീ എന്നെ കൈവിടിഞ്ഞു എന്ന് പറഞ്ഞ് പ്രാണൻ അതിതീവ്ര വേദനയിൽ ഈശോ പിതാവിന് ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ സഭാഗാത്രത്തിലെ അനേക രേഖകളിലൂടെ പറഞ്ഞിരിക്കുന്ന ആദിമസഭയിലും അതുപോലെ തന്നെ പല സഭയുടെ പല ചരിത്ര രേഖകളിലും പല തിയോളജിയൻസ് പ്രധാനമായിട്ട് തിയോളജിയൻസ് പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിന്റെ കുരിശിലെ ബലിയുടെ സമയത്ത് ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയെ പുറത്തെടുത്തതുപോലെ ഈശോയുടെ ഉള്ളിൽ നിന്ന് സഭയാകുന്ന അവന്റെ ശരീരം ആ പ്രാണവേദനയ്ക്കകത്തുനിന്ന് പുറത്തോട്ട് വരികയാണ്. ആ ശരീരത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. കൊളോസോസ് 1:22 യേശു തന്റെ മരണം വഴി നമ്മളെ ഓരോരുത്തരെയും തന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതായത് ഇന്ന് ഇപ്പൊ എന്റെ പേര് അനീഷ്, നിങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്, നമുക്ക് ഓരോ പേരുകളുണ്ട്, മാമോദീസ പേരുകളുണ്ട്. നമ്മളെ കർത്താവ് തന്റെ മരണസമയത്ത് തന്റെ ശരീരത്തിനകത്ത് അനുരഞ്ജിപ്പിക്കുകയായിരുന്നു. അതായത് തന്റെ ഉള്ളിൽ നിന്ന് തന്റെ ശരീരമാകുന്ന സഭ പുറത്തോട്ട് വരിക. ഈ സഭയ്ക്കകത്ത് തന്റെ ശരീരത്തിന്റെ അവയവമായി നമ്മളെ ഓരോരുത്തരെയും അവൻ യോജിപ്പിച്ചു. ഓ മൈ ഗോഡ്, ദിസ് ഇസ് എ മിസ്റ്ററി. 1 കൊറിന്തോസ് 12:27 പറയും, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശരീരമാണ്, ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ആരാണ്? കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇപ്പൊ ഇവിടെ 5-ാം വാക്യത്തിൽ പറയാ, സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാൻവിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവനും ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടൻ പറഞ്ഞു, ഇവൻ ഗലീലിയയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. പ്രൊഫറ്റിക്കൽ അക്കംപ്ലിഷ്മെന്റ് അവിടെ സംഭവിക്കുക, പ്രവചന പൂർത്തീകരണം അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച്, മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. കർത്താവിന്റെ ഈ രാജകീയ യാത്ര അങ്ങ് തുടങ്ങിയപ്പോൾ, ആ പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റിന്റെ അനോയിറ്റിങ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് വന്ന മനുഷ്യർക്ക് അവര് പെട്ടെന്ന് ചില്ല വെട്ടി എന്തെങ്കിലും രീതി കർത്താവിനെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. അപ്പൊ ഇന്നേ ദിവസം കർത്താവിന്റെ അഭിഷേകം നമ്മുടെ ചുറ്റും വെളിപ്പെടുമ്പോഴത്തേക്കും നമുക്കും നമ്മുടെ മനസ്സിൽ നിന്ന് ആരാധന ഒരു പ്രണയമായിട്ട് പുറത്തോട്ടങ്ങ് പൊട്ടി ഒഴുകുകയാണ്. പറയുന്നത് കർത്താവിനോടുള്ള ആരാധന അത് ഇന്നേ ദിവസം, ഈ ഓശാന ഞായർ ദിവസം അതൊരു പ്രണയമായിട്ട് അങ്ങ് പൊട്ടി ഒഴുകട്ടെ. ഇതാണ് അഭിഷേകം വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത്. കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ നമ്മളോട് ആരും പറയണ്ട കൈകൊട്ടാനോ ഡാൻസ് കളിക്കാനോ സ്തുതിക്കാനോ. നമ്മൾ ആ കണ്ണുനീരിനകത്ത്, അഭിഷേക ശക്തിക്കകത്ത് നമ്മൾ അവനെ ആരാധിച്ചു പോവുകയാണ്. ഇവിടെ ഈ ഒരു അനോയിറ്റിങ്, ആ രാജകീയ പ്രവേശനത്തിന്റെ അനോയിറ്റിങ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം, അവർക്ക് പോലും അറിയാമല്ലോ എന്നാ ചെയ്യുന്നതെന്ന്. കർത്താവ് നടന്നു വരുന്ന ആ വീഥികളിൽ
ചില്ലകൾ എഴുതിയിരിക്കും, ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ കഴുതയെയും കഴുതക്കുട്ടിയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ കഴുതയെയും കഴുതക്കുട്ടിയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു: ദാവീദ് പുത്രന് ഹോശാന, ദാവീദ് പുത്രന് ഹോശാന. ഇവിടെ ഈ കഴുതയുടെ കാര്യം ഒന്നും കൂടെ ഓർക്കണേ. കഴുതയും കഴുതക്കുട്ടിയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവരുടെ മേൽ എന്താ? വസ്ത്രങ്ങൾ വിരിച്ചു. ഇന്ന് വരെ കഴുത കട്ടപ്പെട്ട അവസ്ഥയിൽ കിടന്ന കഴുതയ്ക്ക് ഇതുപോലത്തെ വലിയൊരു ഒരു 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 ഗ്ലോറി ഒന്നും ഇല്ലായിരുന്നു, അല്ലെ? നല്ല ഇവിടെ അവിടെ കഴുതയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു. അപ്പോൾ കഴുത ഓർക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തോ ഒരു സ്പെഷ്യൽ കാര്യം ഇവിടെ നടക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മുകളിലോട്ട് ഈ കർത്താവിന്റെ അനോയിറ്റിങ് വരുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്തോന്ന് ഈ സംഭവിക്കുന്നത്, എന്തോ നമ്മുടെ മുകളിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നിസ്സാരമായ ഒരു കാര്യമല്ല. കഴുതയുടെ പുറത്തോട്ട് കർത്താവ് കയറി ഇരുന്ന സമയത്ത് കഴുത അങ്ങനെ ചിന്തിച്ചു കാണും. അന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഇന്ന് ഈശോ നമ്മുടെ മുകളിലോട്ട്, നമ്മുടെ ഉള്ളിൽ തന്റെ കുരിശിലെ മരണത്തിലൂടെ താൻ തന്നെ തന്നെ വിഭജിച്ച് നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിൽ അവൻ കടന്നു വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ആ സെക്കൻഡിൽ നമ്മൾ വിധേയപ്പെടാൻ തുടങ്ങും, നമ്മൾ എളിമപ്പെടാൻ തുടങ്ങും. കർത്താവേ, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഓടി നടക്കുമായിരുന്നു നിന്റെ ഒരു കരുണയ്ക്ക് വേണ്ടി, പക്ഷെ വാസ്തവത്തിൽ നീ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു. നീ എന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഓശാന ഞായറാഴ്ച ദിവ്യകാരുണ്യമായി തീർന്ന ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. ഇനി ഒരു മനുഷ്യനും എനിക്ക് കെട്ടാണ്, ബന്ധനമാണ്, എന്നെ എവിടെ നിങ്ങളൊന്ന് അഴിക്കണേ, എന്നെ ഒന്ന് അഴിക്കാവോ? ചിലപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകും, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഒന്നഴിക്കും, വീണ്ടും പറയും ഞാൻ കെട്ടിക്കിടക്കുക, വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകും, അടുത്ത ബ്രദറിന്റെ അടുത്ത് പോകും, അടുത്ത സ്ഥലത്ത് പോകും. ആ അവസ്ഥയിൽ നിന്ന് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. നീ ഇന്ന് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണ് എന്ന് വചനം പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന സമയത്ത് അതിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ എല്ലാം വെളിപ്പെടുന്ന വിശ്വാസത്തിലൂടെയാണ്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വെളിപ്പെടുന്ന വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഹെബ്രായർ 11-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, നമ്മൾ വിശ്വാസം മൂലം ദൈവത്തെ അറിയുന്നു. കാണപ്പെടാത്തവ കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായെന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. ഒരു 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 ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒരു പ്രൊവിഷൻ കൊടുക്കുവാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു സൗജന്യമായ ഒരു സംഭവം റേഷൻ കടയിൽ വന്നിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ഒരു പ്രൊവിഷൻ കൊടുത്തു. നിങ്ങളത് അറിയാത്തിടത്തോളം കാലം എന്താണ്, എനിക്കത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാമല്ല. ചിലപ്പോൾ അതിനുവേണ്ടി വീണ്ടും വീണ്ടും അപേക്ഷകൾ കൊടുത്ത് നടക്കുമായിരിക്കും. പക്ഷെ ഓൾറെഡി ഇറ്റ് ഈസ് യുവേഴ്സ്. ദിസ് ഈസ് ദ ഗുഡ് ന്യൂസ്. കഴുതപ്പുറത്ത് ഇരിക്കുന്ന ഈശോ. എന്നാൽ ആ കഴുത ചിന്തിക്കുക, ഞാൻ ഇപ്പോഴും കെട്ടപ്പെട്ടിരിക്കുക ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കഴുതപ്പുറത്ത് ഈശോ ഇരിക്കുവാണ്. നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4. ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, സഭയിലെ ഓരോ കൂദാശകളിലൂടെയും ഇന്ന് നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ കൃപയുടെ അഭിഷേകത്തെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. മാമോദീസ എന്ന കുദാശയിലൂടെ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നീ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ സഭയാകുന്ന അവന്റെ ശരീരത്തിന്റെ അവയവമായി നീ തീർന്നിരിക്കുന്നു. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ അവന്റെ വിശുദ്ധ രക്തം നിന്റെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഹെബ്രായർ 10:10 ഏകബലി സമർപ്പണം വഴി അവൻ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധ രക്തത്തിലൂടെ നമ്മുടെ ആത്മാവിനെ പവിത്രീകരിച്ചിരിക്കുന്നു നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി. 1 പത്രോസ് 1:22. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിലൂടെ അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ മേൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുകളിൽ വന്നിരിക്കുന്നത് അവന്റെ ആ കൃപയാണ്. ഇന്ന് എളിമപ്പെടുന്തോറും ഇത് പുറത്തോട്ട് വരും. എളിമപ്പെടുന്തോറും ഇത് പുറത്തോട്ട് വരും. ഈ എളിമയാണ് സഭയുടെ ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെടുന്ന കൃപയുടെ ശക്തി. ഈ എളിമ, നമ്മളെ എളിമപ്പെടുക. പരിശുദ്ധ അമ്മ എളിമപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ എളിമയുടെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഇടവക വികാരി അച്ഛനോട് എളിമപ്പെടും. നമ്മുടെ ദേവാലയത്തിലുള്ള മറ്റ് ഇടവക അംഗങ്ങളുടെ ഇടയിൽ നമ്മൾ എളിമപ്പെടും. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നമ്മൾ എളിമപ്പെടും. കാരണം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന ഈ ശക്തിയെ നമ്മൾ തിരിച്ചറിയും. ഹല്ലേലൂയ. ഇനി ആർക്കും നമ്മളെ ചതിക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല.
ബന്ധനമുണ്ട്, കെട്ടുണ്ടെന്ന് പറയാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കും. എന്റെ ഇടവകയിൽ അർപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തിനകത്ത് എന്റെ ജീവിതത്തിന് വേണ്ട വിടുതൽ മുഴുവനും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു, ഒരു കുടുംബം കടന്നു വരുന്നു. അങ്ങനെ ഓരോ ഭവനങ്ങളും ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ദേശങ്ങൾ മുഴുവനും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. ഇതിന് നമ്മളുടെ കയ്യിൽ ഒരു പൈസയും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് അതിനു വേണ്ട വില മുഴുവനും തന്റെ കുരിശിലെ ബലിയിലൂടെ കൊടുത്തു കഴിഞ്ഞിരിക്കുക. ഇന്ന് ഈശോ നിന്നെ നോക്കി ചോദിക്കുക, ഡു യു ബിലീവ് ഇൻ ദിസ്? ഈ വചനത്തിൽ നീ വിശ്വസിക്കുന്നു? കർത്താവ് എന്താ വചനത്തിൽ നിന്നെ കുറിച്ച് പറയുന്നെന്ന് വിശ്വസിക്കുന്നു? ആരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ആ പറഞ്ഞ വ്യക്തിയാണോ നീ വിശ്വസിക്കുന്നത്? നീ നിന്റെ ബൈബിൾ, നിന്റെ വീടിനകത്ത് പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളിൽ നിനക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയ യേശു നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞത് എന്താന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു, അത് നീ വിശ്വസിക്കുന്നു? നിന്റെ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനാണോ ശക്തി, അതോ നിന്റെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യമായി കടന്നു വരുന്ന കർത്താവിനാണോ ശക്തി, അതോ നിന്റെ ബന്ധനാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും പ്രവചനത്തിനാണോ? Yes, the time for Christians to awake. ഉണരേണ്ട സമയമായിരിക്കുന്നു. ഈ ഉണർവ് കൈയടിക്കുന്നതുകൊണ്ടോ നമ്മൾ തലകുത്തി മറിയുന്നതുകൊണ്ടോ നമ്മൾ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല ഈ ഉണർവ് വരുന്നത്. ഉണർവ് ഉള്ളിലാണ് വരുന്നത്. ഉള്ളിൽ എങ്ങനെയാ വരുന്നത്? ക്രിസ്തു എനിക്ക് വേണ്ടി എന്താ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ എൻ്റെ ഉള്ളിൽ നൽകി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള അവബോധം അങ്ങ് ഉള്ളിലോട്ട് വെളിപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, അകത്തുനിന്ന് പുറത്തോട്ട് ഈ സ്നേഹം, എളിമ, ദൈവിക നിറവുകൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറത്തേക്ക് കടന്നു വരും. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വിശ്രമിക്കുമ്പോൾ, ആ വിശ്രമിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആയിത്തീരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറത്തോട്ട് വരുന്നത്. നമ്മളെല്ലാവരും, നമുക്കൊക്കെ പലതരത്തിലുള്ള പെർഫെക്ഷൻസും, കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും, നല്ല കാര്യങ്ങളും മോശവശങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈശോ പൂർണ്ണനാണ്. അപ്പോൾ ഈ ഈശോയുടെ ആത്മാവിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഈശോ പ്രവർത്തിക്കും. ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ഈശോയുടെ മഹത്വം പുറത്തോട്ട് വെളിപ്പെടും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ, ഈ വിശുദ്ധ വാരത്തിൽ കുദാശകളിൽ ഓരോ പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. പരിശുദ്ധ കുർബാനയായി തീർന്നവൻ എന്നെ ചേർത്ത് വെച്ചവനാണ്, എന്നെ വീണ്ടെടുത്തവനാണ്, എന്നെ നീതീകരിച്ചവനാണ്. അവൻ എന്നെ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആരും മനസ്സിലാക്കുന്നില്ല. അവൻ എൻ്റെ സ്വന്തമാണ്. അവനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കും. കാരണം സ്നേഹിക്കുവാൻ അവൻ എൻ്റെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കും. എൻ്റെ വികാരിയച്ഛന് ഞാൻ വിധേയപ്പെടും. കുറവുകൾ എല്ലാവർക്കും കാണും, പക്ഷെ ആ കുറവുകൾ ഇപ്പൊ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പൂർണ്ണരൊന്നുമല്ല. ആ അപൂർണരായ മനുഷ്യരെ പൂർണ്ണനായ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് സ്നേഹിക്കുവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ചു തരും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെ കർത്തൃത്വം. ഞങ്ങളിന്ന് കേട്ട വചനത്തിൽ മുഴുവൻ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു, കർത്തൃത്വം വിട്ടുതരിക. ഞങ്ങൾ വിട്ടുതരുന്നു കർത്താവെ, കർത്തൃത്വം വിട്ടുതരും. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളുടെയും കർത്തൃത്വം അങ്ങയുടെ കാര്യങ്ങളിൽ ഞങ്ങളെ ഫലമേൽപ്പിക്കും. കർത്താവ്, ഇന്നേ ദിവസം ഈ ഒരു പ്രയർ മീറ്റിംഗിൽ ലൈവായിട്ട് പ്രയറിൽ അറ്റൻഡ് ചെയ്ത എല്ലാ മക്കളെയും അവിടുന്ന് അറിയുന്നല്ലോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നീല കാപ്പ് കൊണ്ട് എല്ലാ മക്കളെയും അമ്മ പൊതിഞ്ഞു പിടിക്കുന്നതിനോട് നന്ദി പറയുന്നു. ദൈവത്തിന്റെ പ്രത്യേക വരപ്രസാദത്തിന്റെ ആ ഒരു കൃപാ അഭിഷേകത്തിനാൽ എല്ലാവരെയും ഇന്നേ ദിവസം നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു. നിരവധിയായ ഭാരങ്ങളും വിഷമങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മക്കൾ ഈശോയെ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ലൈറ്റായി പോകും. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഹിയർ. 2 Corinthians 3:21. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ പ്രശ്നത്തിൽ ഉള്ള പിടുത്തം, ചില മനുഷ്യർ ഈ പ്രശ്നത്തിൽ ഇങ്ങനെ പിടുത്തം പോലെ നിൽക്കുന്നു, ആ പിടുത്തം ഇപ്പൊ ലൂസ് ആവുകയാണ്. കർത്താവിന്റെ ആത്മാവ് ആ വിഷയത്തിനകത്തോട്ട് വ്യാപരിക്കുന്നു. നമ്മുടെ വിഷയങ്ങൾക്കകത്തോട്ട് കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം വെളിപ്പെടും. ചില കൊടുക്കൽ വാങ്ങലുകളെ ചൊല്ലി തർക്കങ്ങൾ നടക്കുന്ന ഒരു മകനെ കാണിക്കുന്നു. കൊടുക്കൽ വാങ്ങലുകൾ മൂലം തർക്കങ്ങൾ നടക്കുന്ന ഒരു മകനെ കാണിക്കുന്നു. ആ മകനെ യേശു സ്പർശിക്കുന്നു. ലിബിൻ എന്നൊരു പേര് ഈശോ തരുന്നു. ക്ഷമിക്കുവാനുള്ള കൃപ ഈശോ ഈ കൂട്ടായ്മയിലേക്ക് പകർന്നു തരുന്നു. പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ ഈശോ ഇതാ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. പറയുമ്പോൾ ഒരു വലിയൊരു കൃപയാണ് ക്ഷമിക്കുവാൻ.
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കർത്താവ് തരുന്ന ഒരു വലിയ കൃപയാണിത് കേട്ടോ. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ ക്ഷമിക്കുവാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ക്ഷമിക്കുവാനുള്ളൊരു കൃപ നമ്മൾ ഓരോരുത്തർക്കും ഈ നിമിഷം തന്നുകൊണ്ടിരിക്കുന്നു. ഒരു ശുശ്രൂഷയിൽ ഇതുപോലെ ഒരു ലൈവ് ധ്യാനമായിരുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ ലൈവായിട്ടൊരു ധ്യാനത്തിൽ ഇങ്ങനൊരു കാര്യം കൂട്ടായ്മയ്ക്കിടയിൽ പറയുവാനിടയായിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവ് കൃപ തരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്പച്ചനുണ്ട്, ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിള് 16 വർഷമായി സ്വന്തം സഹോദരനോട് ക്ഷമിച്ചിട്ട് ഒരു വസ്തുതർക്കം മൂലം, സഹോദരരുമായിട്ടുണ്ടായ ഒരു വസ്തുതർക്കം മൂലം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, ആ വസ്തുതർക്കം മൂലം ഈ അങ്കിളിന് 16 വർഷമായിട്ട് സഹോദരനുമായിട്ട് മിണ്ടാൻ വരുന്നില്ല. അപ്പൊ അങ്കിളിന്റെ ഭാഗത്താണ് ശരി. പക്ഷെ സഹോദരൻ ആ അങ്കിളുടെ കൈവശം ഉണ്ടായിരുന്ന ആ സ്വത്ത് കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ 16 വർഷമായിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. അപ്പൊ അതിനുശേഷം ഈ അങ്കിളിന് ശരീരത്തിൽ ട്യൂമർ വന്നു. അപ്പം ക്യാൻസറസ് ആയി, അത് സ്പ്രെഡായും തുടങ്ങിയ സമയങ്ങളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു സ്പെഷ്യലായിട്ട് ഒരു ഗ്രേസ് കൊടുത്തു, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു സ്പെഷ്യൽ ഗ്രേസ് കൊടുത്തു. ആ ഗ്രേസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഈ ദൈവകൃപയുടെ അഭിഷേകം അവിടെ വ്യാപരിച്ചിറങ്ങി. ആ വ്യാപരിച്ചിറങ്ങിയപ്പോൾ അവിടെ വലിയ സൗഖ്യങ്ങൾ ആ ശരീരങ്ങളിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. വലിയ സൗഖ്യങ്ങൾ വെളിപ്പെട്ടു. ആ മനുഷ്യന്റെ ക്യാൻസറസ് ആയിട്ടുള്ള ആ ട്യൂമറുകളെ മുഴുവനും കർത്താവ് സൗഖ്യമാക്കി. അപ്പൊ ഒന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ ദൈവകൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഖ്യങ്ങളെ ഈ നിമിഷം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. കർത്താവിന് കൃപയുടെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ആ ദൈവിക സൗഖ്യങ്ങളെ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. വിട്ടുകൊടുത്തോ, ക്ഷമിക്കുന്ന ഈ സമയത്ത്, ഈ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ സൗഖ്യം ഇതാ ശരീരത്തിൽ തിരിച്ചറിയാവുന്ന തരത്തിൽ വെളിപ്പെടുന്നു. ക്ഷമിക്കുന്ന മക്കളിലേക്ക് യേശുവിന്റെ കൃപ, യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ നിറവുകൾ ഈ നിമിഷം വെളിപ്പെടുന്നു. രോഗമുള്ള ഭാഗത്തേക്ക് കരം വെച്ചോ. യേശുവിന്റെ ശക്തി ഈ നിമിഷം പ്രവഹിക്കുന്നു. അനേക മക്കളെ നിമിഷം സ്പർശിക്കുന്നു. വിട്ടുകൊടുക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന മനുഷ്യരെ, ക്ഷമിക്കുവാൻ കഴിയാത്തവണ്ണം മനസ്സിങ്ങനെ കട്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവിന്റെ കൃപ ഇതാ അതിശക്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന, ശക്തമായി ഒഴുകി ഇറങ്ങുന്നു. പ്രാർത്ഥിച്ചു. ദൈവകൃപ വെളിപ്പെടുന്നു, ദൈവ അഭിഷേകം വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ കൃപ ഈ നിമിഷം അളവുകളില്ലാതെ ഈ ഓശാന ഞായർ ദിവസം അവിടുന്ന് അയക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന് ചിറകിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ അഭിഷേകത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന ഞായറാഴ്ചയുടെ പ്രത്യേക മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. കർത്താവിന്റെ കൃപ ഈ ഒരാഴ്ചക്കാലം നമ്മളെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. ആവേ മരിയ.